അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടില് റൂഫ് കൂൾ എന്ന് പറയുന്ന ഒരു ഹീറ്റ് ഇൻസുലേഷൻ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ചൂട് എങ്ങനെയുണ്ടെന്നുള്ളൊരു റിവ്യൂ ലോങ് ടൈം യൂസേജിന് ശേഷം ഇടാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു 4 മാസത്തോളമായി. 4 മാസമല്ല, നമ്മുടെ ഇൻസുലേഷൻ കോട്ടിങ് കയറ്റിയിട്ട് കുറേ നാളായി. പക്ഷേ വീട് പണി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തോളം ആകും. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ ജീവിച്ചിട്ടെന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ട്, പക്ഷെ വീട് അടഞ്ഞു കിടക്കുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് കേട്ടോ. പക്ഷെ നമുക്കിവിടെ അത്യാവശ്യം എയർ സർക്കുലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ ഹീറ്റ് ഇൻസുലേഷൻ കോട്ടിങ് അത്യാവശ്യം നല്ല ജോലി ചെയ്തിട്ടുണ്ടെന്ന് വേണേ പറയാം. അപ്പോൾ അതിന്റെ റോൾ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ മുകളിൽ റൂഫിംഗ് ഷീറ്റ്, താഴെ അതിന്റെ ഹീറ്റ് ഇൻസുലേഷൻ, അതിന്റെ താഴെ ഒരു വി ബോർഡ് സീലിംഗ്, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സീലിംഗ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ മുകളിൽ ഒരു ചെറിയൊരു എയർ പോക്കറ്റ് പോലത്തെ ഒരു ലെയർ ഉണ്ട്. അപ്പം അവിടേക്ക് നമുക്ക് എയർ ഇൻടേക്കിന് നമ്മൾ അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സീലിംഗിന്റെ വെളിയിൽ, വീടിന്റെ വെളിയിൽ സീലിംഗിനുള്ളിലെ ആ എയർ പോക്കറ്റിലെ ചൂട് വലിച്ചു കളയാനായിട്ടുള്ളൊരു എക്സോസ്റ്റ് ഫാനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കറണ്ട് സെറ്റപ്പ്. പിന്നെ അതൊന്ന് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ കണ്ടീഷൻ നോക്കിയിട്ട്, നമ്മുടെ വെതർ സ്റ്റാറ്റസ് നോക്കിയിട്ട് സണ്ണി ഡേ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും ഇത് റൺ ചെയ്യും. 5 മിനിറ്റ് വെച്ച് റൺ ചെയ്തിട്ട് ചൂട് വെളിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു രീതിയിലേക്കാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല, ഇപ്പോൾ 1 മാസത്തോളം ആകുന്നുള്ളൂ. കറന്റ് ടെസ്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വീട് രാവിലെ ലോക്ക് ചെയ്തിട്ട് പോയി. ഒരു വൈകുന്നേരം ഒരു 3 മണി 4 മണി സമയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ ഡോർ തുറന്നിടും. അതിനുശേഷം നമ്മുടെ ആ വർക്ക് ഏരിയയിലോട്ടുള്ള ആ ഒരു കതകം തുറന്നിടും. അപ്പോൾ അതിന്റെ വെളിയിൽ ഒരു ഗ്രിൽ ഏരിയ ആണ്. അപ്പോൾ അവിടെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പം ആ എയർ സർക്കുലേഷൻ ഇങ്ങനെ പോയിട്ട് ഇതിലെ പോവാണ് ചെയ്യുന്നത്. എനിക്കൊന്നൊരു 5-10 മിനിറ്റ് കൊണ്ട് ടെമ്പറേച്ചർ അത്യാവശ്യം നോർമൽ ആവും ഇതിനകത്ത്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു AC വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു 1.5 ടണ്ണിന്റെ പാനസോണിക്കിന്റെ AC ആണ്. അപ്പോൾ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് എവിടെയെങ്കിലും പോവുക. അപ്പം ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടത്ത് ടയർഡ് ആയിട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് IoT എനേബിൾഡ് ആണ്, സ്മാർട്ടായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ ഫോണിൽ നിന്ന് ഈ സാധനം ഓൺ ആക്കിയിട്ട്, അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ മൊത്തത്തിൽ തണുത്ത് കിട്ടും. ഒരു 10-15 മിനിറ്റ് മതി. അത്യാവശ്യം ചൂട് ഇറങ്ങിപ്പോയി നല്ല നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലോട്ട് വരും. അപ്പോൾ ഞാൻ ആ ഓട്ടോമേഷൻ പരിപാടിയൊക്കെ കാണിച്ചു തരാം. നമ്മൾ പണ്ട് ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ടാബാണ്, നോക്കിയയുടെ ഒരു T20 എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഓട്ടോമേഷൻ പരിപാടിയൊക്കെ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഫുള്ള് ലേഔട്ട് സെറ്റ് ചെയ്താണ്. ഇതൊരു ഹോം അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണ്. നമ്മളത് നമ്മുടെ നെറ്റ്വർക്ക് അറ്റാച്ച് സ്റ്റോറേജിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഈ ഡാഷ്ബോർഡ് കോൺഫിഗർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ കറന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻ. അതിൽ ഞാൻ ഓപ്പൺ വെതർ മാപ്പ് ഉണ്ടല്ലോ, അവരുടെ API വെച്ചിട്ട് അതിന് ആക്സസ് കൊടുത്തിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് ഉണ്ട് നമ്മുടെ ഏരിയയുടെ. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത് നെറ്റ്വർക്കിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതി കാണിച്ചു തരാം. ഇത് രാവിലെ 11:15 ആകുമ്പോൾ ഈ ഓട്ടോമേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആവും. ഓരോ മണിക്കൂറിലും ഇത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ 6 കണ്ടീഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വെതർ കണ്ടീഷൻ, ക്ലിയർ സ്കൈ, ഫ്യൂ ക്ലൗഡ്സ്, സ്കാറ്റർഡ് ക്ലൗഡ്സ്, ഓവർകാസ്റ്റ് ക്ലൗഡ്സ്, ഇത്രയും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് മാച്ച് ആയി കഴിഞ്ഞാൽ താഴെ വന്ന് എക്സിക്യൂഷൻ നടക്കും. അപ്പം 11 മണിക്കും 3:30ക്കും ഇടയ്ക്കേ ഈ എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. ഓരോ മണിക്കൂറിലും എക്സോസ്റ്റ് ഫാൻ ഓൺ ആവും. എന്നിട്ട് അത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ആവും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനീഷ്യലി സെറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ സ്മാർട്ട് സ്വിച്ചിന്റെ സംഭവം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ SDK എടുത്തിട്ട് ഗൂഗിൾ അസിസ്റ്റന്റ് ആണ് ഈ സ്വിച്ചുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഞാൻ സ്മാർട്ട് സ്വിച്ച് എല്ലാം ഈ കൺസോളിൽ നമ്മൾ ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഈ ഒരു സ്വിച്ചിലാണ് നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നത്, സീലിംഗ് എക്സോസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം എന്ന് വിചാരിച്ചാൽ അത് ഒട്ടിച്ചില്ല. ദെൻ ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ഹോമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട്, സീലിംഗ് എക്സോസ്റ്റ് എന്നൊരു സ്വിച്ച് ഉണ്ട്. അത് ഓണാക്കുമ്പോൾ ഇവിടെ ഓണാവും, എക്സോസ്റ്റ് ഓണാവും. ഇതാണ് നമ്മുടെ സീലിംഗ് എക്സോസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാനപ്പോൾ ഇത് പണിഞ്ഞ സമയത്തെ ഇതൊക്കെ കാണിക്കാം, ഇമേജ് കാണിക്കാം. അപ്പം ഈ സീലിംഗിൻ്റെയും അതിൻ്റെ മുകളിൽ റൂഫിങ്ങിൻ്റെ ഇടയ്ക്കുള്ള എയർ പോക്കറ്റിലെ തിങ്ങി നിൽക്കുന്ന ചൂടുണ്ടല്ലോ, അതാണ് ഇത് വലിച്ച് വെളിയിലേക്ക് കളയുന്നത്. അപ്പം നമുക്കിത് ടാബിൽ നിന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് ഓണാക്കാം. അത് മാത്രമല്ല നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും നമ്മുടെ വെതർ ചൂടാണെന്നുണ്ടെങ്കിൽ, അതായത് വെയിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി വർക്കാവും. ഇതിൻ്റെ അടി വന്നിക്കുവാണെങ്കിൽ നമുക്കറിയാം അതിങ്ങനെ ട്രിഗർ ആകുമ്പോൾ നല്ല ചൂടാണ്. ഇപ്പോൾ ആക്ച്വലി ചൂടില്ല കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം സമയമായി. നമ്മളിപ്പം 3:15 ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അധികം ചൂടില്ല. പക്ഷെ ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് കയറ്റാൻ നമ്മുടെ മേത്തോട്ട് അടിക്കും. ഇനി ഇതിൻ്റെ ഒരു ഇൻടേക്ക് ഏരിയ ഞാൻ കാണിക്കാം. കാര്യം ബാക്കി ഏരിയ എല്ലാം ക്ലോസ്ഡ് ആണ്. വർക്ക് ഏരിയയുടെ അവിടെ ഒരു കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എയർ വലിച്ചിട്ട് ഇത് വെളിയിലേക്ക് കളയുന്നത്. പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ വീഡിയോ ഇനിയും വൈകിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാനിപ്പം ഈ ഒരു
റിവ്യൂ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടാബിൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെയാണ്. ഇതെപ്പോഴും ഇങ്ങനെ ഓൺ ആയിട്ടിരുന്നോളൂ. നമ്മൾ ഫുള്ളി കിയോസ്ക് ബ്രൗസർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി എന്ന് സംബന്ധിച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് ഡാറ്റ സ്റ്റോറേജിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഒരു സ്പെസിഫിക് IP അഡ്രസ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇന്റർഫേസിൽ ഓടാം. അപ്പോൾ ഈ ഇന്റർഫേസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഫ്രം സ്ക്രാച്ച് നമ്മൾ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് NAS ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാസ്ബെറി പൈ ഉണ്ടെങ്കിൽ അതിൽ പ്രോഗ്രാം ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്, അത് മേടിച്ച് വെച്ചും നിങ്ങൾക്ക് ഇത് ഫുള്ള് കോൺഫിഗറേഷൻ ചെയ്യാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇതിൻ്റെ ഒരു ഇന്റഗ്രേഷൻ നമ്മുടെ ബ്രാൻഡുകൾ ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്മാർട്ടിഫൈ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ റെട്രോഫിറ്റ് സ്വിച്ച് ആണ്. നമ്മൾ സ്റ്റുഡിയോയിലും അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ പ്രോഡക്റ്റിൽ. നല്ല സർവീസ് ഉണ്ട്. സർവീസ് എന്ന് പറയുന്നത് നമ്മൾ സർവീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, പക്ഷെ അവർ നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ള എൻക്വയറി ഒക്കെ അവരുടെ ടീമിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ഹോം അസിസ്റ്റന്റിൽ ഇന്റഗ്രേഷൻ കുറവാണെന്ന് വേണേൽ പറയാം. കാര്യം കുറെ കൂടെ US ബേസ്ഡ് ബ്രാൻഡുകളൊക്കെയാണ് ഇതിൽ ഈസി ആയിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നത്. ഞാനപ്പോൾ ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്തു, പക്ഷെ അതെല്ലാം നമ്മൾ കുറച്ച് നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ഏരിയ കാണിക്കാം. ബാക്കി നമ്മുടെ സീലിംഗ് ആ എയർ പോക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ എല്ലായിടവും ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്. ആകെ ഒരു ഏരിയ വരുന്നത് ഇവിടെ മാത്രമാണ്, ഇതിന്റെ മുകളിൽ. അപ്പോൾ ഇത്ര ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമ്മുടെ അവിടെ എക്സോസ്റ്റ് എയർ വെളിയിലേക്ക് തള്ളുമ്പോൾ ഇവിടെ നിന്നായിരിക്കും അത് എയർ അകത്തേക്ക് വലിക്കുക. അതാണ് നമ്മുടെ ഓവറോൾ സെറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഹീറ്റ് ഇൻസുലേഷൻ പ്രോഡക്റ്റിന്റെ സെറ്റപ്പിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം പറയാം. ഇത് ഒരു റിയൽ റിവ്യൂ ആയിട്ട് കണക്കാക്കിയാൽ മതി. ചൂട് പോവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോവും, പക്ഷെ കംപ്ലീറ്റ്ലി പോകത്തില്ല. എന്നുവെച്ചാൽ ഒരു നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു ബോക്സ് പോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. മുകളിലൊരു മെറ്റൽ റൂഫിംഗ് ഷീറ്റ് ഉണ്ട്. അപ്പം സൂര്യൻ്റെ വെയിൽ ഡയറക്റ്റ് അടിച്ച് മെറ്റൽ പൊള്ളി കഴിയുമ്പോൾ ആ ചൂട് സ്വാഭാവികമായിട്ടും താഴെ റൂമിലേക്ക് എത്തും, ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ എത്തും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ലെയർ വെച്ചിട്ട് ആ അകത്തേക്ക് വരുന്ന ചൂടിനെ ലിമിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ടെമ്പറേച്ചറിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞ ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ ചൂട് ട്രാൻസ്ഫറായി അകത്ത് വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഉച്ച സമയമൊക്കെ നമ്മൾ ഓടി കയറി മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ചൂടുണ്ട് ഇതിനകത്ത്. നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം കതക് തുറന്നിട്ട് ഈ ഒരു കതക് തുറന്നിട്ട് ഫാനൊക്കെ ഇടുമ്പോഴത്തേക്ക് ശരിയാകും. അല്ലെങ്കിൽ നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ പ്രശ്നമില്ല. അത് ഞാൻ 2-3 തവണ ചെക്ക് ചെയ്തു. പക്ഷേ ഇവിടെ പൂച്ചയുടെ പ്രശ്നമുള്ളതുകൊണ്ട് പൂച്ച ഇവിടെ കയറി അലമ്പാക്കിയാലോ എന്ന് വിചാരിച്ചുള്ള പേടി കൊണ്ടാണ് നമ്മൾ ജനലെല്ലാം ക്ലോസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ സെപ്പറേറ്റ് വെന്റിലേഷനോ കാര്യങ്ങളൊന്നും അങ്ങനെ വെച്ചിട്ടുമില്ല. അതാണ് എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എനർജി സേവിങ്സിൽ ഒരുപാട് ലാഭം വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂടൽ. കാര്യം എൻ്റെ ഒരു ഫ്രണ്ടും സിമിലർ സെറ്റപ്പിൽ ബോർഡിൽ ഒരു വീട് പണിതിട്ടുണ്ട്. അപ്പോൾ അവൻ ഹീറ്റ് ഇൻസുലേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 2 മണി 3 മണിക്ക് അതിനകത്തോട് കയറാനേ പറ്റത്തില്ല. നമ്മൾ വെയിലത്ത് പാർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു കാറിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെയാണ് ആക്ച്വലി അവൻ്റെ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും ഒരു ഗ്രൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.